ഒന്നും മുടക്കണ്ട, നമുക്ക് പോവാം. പക്ഷെ എന്നെ പെട്ടെന്ന് വിട്ടാ മതി. മോള് പോന്നോളൂ. അമ്മയ്ക്ക് അടുത്ത വർഷത്തില് ഓർത്തു വെക്കാൻ ഇത് തന്നെ ധാരാളം. ഞാനും എന്റെ മോളും കൂടി ഒരുമിച്ചിരുന്ന് ആഘോഷിക്കുന്ന ഒരു ബർത്ത്ഡേ, അതിനേക്കാൾ വലിയ സൗഭാഗ്യം വേറൊന്നുമില്ല. മോള് വാ. അത് ശ്യാമയുടെ കാറാ. ശ്യാമ നമ്മളെ കാണാൻ പാടില്ല. രാധിക മോള് ഒരു സ്ത്രീയോടാണല്ലോ സംസാരിക്കുന്നത്. അപ്പോ മോള് പറഞ്ഞ സത്യമായിരിക്കും. വണ്ടി ഒന്ന് നിർത്തിയേ. മോളെ, അതാരാ മോളെ? അത് ഞാൻ മാഡത്തിനോട് പറഞ്ഞില്ലേ, ഒരു സ്ത്രീയെ പറ്റി. അവരാ അത്. അപ്പം മോള് പറഞ്ഞതൊക്കെ? അല്ല, അവരുടെ കാര്യ. ഞാൻ മാഡം പറഞ്ഞതൊക്കെ അവരോട് പറഞ്ഞു. ഞാൻ സമാധാനിപ്പിച്ചു. നല്ല സന്തോഷത്തിലാണ് അവര് പോയത്. അല്ല, മാഡം ഇങ്ങോട്ടാ? അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ട്. മോള് കാറി കയറിക്കോ, ഞാൻ വീടിന് മുമ്പിൽ ഇറക്കാം. അല്ല മാഡം, ഞാൻ ക്ലാസ്സിലേക്ക് തിരികെ പോയിട്ട്. കുട്ടികളൊക്കെ ഞാൻ പറഞ്ഞു വിട്ടു. മോള് കയറിക്കോ. മോള് എന്നോട് കള്ളം പറയാണോ? ആ സ്ത്രീ മാഡം എന്നെ പിന്തുടർന്ന് വന്നതാണോ? മാഡത്തിന് എന്തെങ്കിലും സംശയമുണ്ടോ? യശോദേ, യശോദേ, ഇവിടെ ആരുമില്ലേ? ഇന്നിവിടെ വരും വന്നിരുന്നോ? ചോദിച്ചത് കേട്ടില്ലേ? വന്നിരുന്നു. ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ബഹളം എന്തെങ്കിലും? ഏയ്, എന്ത് ബഹളം? അല്ല എടാ, അതിനാരാ ഇവിടെ ബഹളം വെക്കുന്നേ? അല്ല, അപ്പുറത്തെ മേനോൻ പറഞ്ഞു ഇവിടെ എന്തൊക്കെയോ ബഹളം കെട്ടായി തോന്നിയെന്ന്. ആ അതോ, അത് പ്രിയങ്കയും രാധികയും വരണും കൂടിയാ ഇങ്ങോട്ട് വന്നത്. എടാ, അവര് പിള്ളേരല്ലേ. ഓ, എന്തായിരുന്നു ഇവിടെ ചിരിയും ബഹളവും ഓട്ടവും പാച്ചിലും ഒക്കെ. ഓ, അതായിരുന്നോ കാര്യം? ആ മേനോൻ അയൽപ്പക്കത്തേക്ക് ചെവി തിരിച്ചു വെക്കുന്നത് ഇത്തിരി കൂടുതലാ.
അയാള് കാണാത്തത് കാണും, കേൾക്കാത്തത് കേൾക്കും. അയാളുടെ ചോദ്യങ്ങൾ കേട്ടപ്പോ ഞാനങ്ങ് ഭയന്നുപോയി. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? കൊരഞ്ഞും ബഹളം വെച്ചും എന്തെങ്കിലും വിളിച്ച് പറഞ്ഞ യശോദേ, വന്നേ. യശോദേ, യശോദേ, ഇതാ വരുന്നു. ഇതെന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? പൂജാമുറി ആരാ ഈ കോലത്തിലാക്കിയത്? ഓ അതോ, അത് ഞാൻ പറഞ്ഞില്ലേ, അവളുമാരുടെ ഓട്ടവും ചാട്ടവും ഒക്കെ. അതിനിടയ്ക്ക് എന്തോ കുസൃതി ഒപ്പിച്ചിട്ട് പ്രിയങ്ക കയറി ഇതിനകത്ത് ഒളിച്ചിരുന്നു. ഇതിനകത്തോ? ആ പിന്നെ ഇവിടുന്ന് അവർ രണ്ടുപേരും പ്രിയങ്ക വലിച്ചെടുക്കുകയും ബഹളവും ഒക്കെ ആയിരുന്നു. പിന്നെ ഞാൻ കണ്ടിരുന്നെങ്കിൽ ഒന്ന് വൃത്തിയാക്കിയിട്ടേനെ. ഞാനും ശ്രദ്ധിച്ചില്ല ദേവേട്ട. ഞാൻ ഇപ്പൊ തന്നെ ശരിയാക്കാം. ആ ഞാൻ എന്തായാലും പിള്ളേരൊന്ന് വിളിക്കട്ടെ. എന്തിന്? ഇത് വേണ്ട. അവരിവിടെ വന്നിട്ട് എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ. ഒന്ന് വിളിച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് തിരക്കിക്കളെ. അവരെന്തോ പുറത്തു പോകുന്നെന്നും പറഞ്ഞാ ഇവിടുന്ന് പോയത്. ഇനിയിപ്പോ അതിനിടയിൽ വിളിച്ച് ചോദിക്കാനൊന്നും നിക്കണ്ട. നാളെ ഇപ്പോ യശോദ അങ്ങോട്ട് വിളിക്കുമല്ലോ. അത് മതി ദേവേട്ട. അല്ലെങ്കിൽ ഇനിയിപ്പോ അവര് പുറത്തെങ്ങാനും നടക്കുന്നതിന് നമ്മൾ ടെൻഷനായിട്ടാന്ന് വിചാരിക്കും. വന്നു പോയി എന്നറിഞ്ഞപ്പോ കാണാൻ പറ്റത്തില്ലൊരു സങ്കടം ഉണ്ടേ. താൻ ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് ശരിയാക്കിട്ട് വാ. സാമുൽ. ഹലോ സാമുൽ. പ്രിയങ്ക, താനിപ്പോ ഫ്രീ ആണോ? അതെ, പറഞ്ഞോളൂ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടോ? നല്ല ഉഗ്രം ബാനറാ. ഹിറ്റുകൾ ഉണ്ടാക്കിയ ഡയറക്ടർ ജഗദീഷ്. പ്രിയങ്ക കേട്ടിട്ടില്ലേ? ഉണ്ട്, കേട്ടിട്ടുണ്ട്. ഒരു തമിഴ് മൂവിയാ. കേരള പശ്ചാത്തലത്തിൽ നിന്ന് ആരംഭിച്ച് തമിഴ്നാട്ടിലേക്ക് ട്രാവൽ ചെയ്യുന്ന ഒരു മൂവിയാ. ഹീറോയിൻ നമ്മുടെ കേരള ഗ്രാമീണ പശ്ചാത്തലത്തിലെ ഒരാളായിരിക്കണം. അതാണ് അവരുടെ ആകെ ഡിമാൻഡ്. ഞാൻ റെഡിയാ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. അവർ ഫോട്ടോഷൂട്ട് വെച്ചിരിക്കുന്നത് നാളെയാ. നാളെ RJ ഓഡിറ്റോറിയത്തിൽ എത്താൻ പറ്റുമോ? ഞാൻ വരാം. ഒരു കാര്യം ഞാൻ തീർത്തു പറയാം. സെലക്ട് ചെയ്യപ്പെട്ട പിന്നെ കോളിവുഡിലേക്ക് ഒരു എൻട്രി ആയിരിക്കും. അവിടുത്തെ അവസ്ഥയൊക്കെ അറിയാലോ. ഹീറോയിന്റെ പ്രതിഫലം പോലും കോടികളായിരിക്കും. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. പടം ഹിറ്റാക്കുന്ന കാര്യം ജഗദീഷ് നോക്കിക്കോളും. ഞാൻ ഒരുപാട് അലഞ്ഞതാ സാമുൽ. അതുകൊണ്ട് ഒരുപാട് പ്രതീക്ഷ ഒന്നും വെക്കുന്നില്ല. പക്ഷെ ഞാൻ വന്നിരിക്കും. എനിക്ക് ഉയരങ്ങളിൽ എത്തിയേ പറ്റൂ. പ്രിയങ്ക റെഡിയാണെങ്കിൽ ബാക്കിയെല്ലാം ഞാൻ അറേഞ്ച് ചെയ്തോളാം. അപ്പൊ നാളെ RJ ഓഡിറ്റോറിയം മറക്കണ്ട. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ, ശരി. വരുൺ പോലും എന്നെ നോക്കി അസൂയപ്പെടുന്ന ഒരു ദിവസം ഉണ്ടാവണം. എന്റെ നിമിഷങ്ങൾക്ക് വേണ്ടി അവൻ കാത്തിരിക്കണം. അതിനെനിക്ക് ഇതിന് പോയേ പറ്റൂ.
അമ്മയെല്ലാം പറഞ്ഞിട്ടുണ്ടാവോ? ഇങ്ങനൊരു കാര്യം അറിഞ്ഞാല് അച്ഛനത് താങ്ങാൻ പറ്റൂ? അച്ഛൻ എന്നെ ശപിക്കില്ലേ? എടുത്ത് വളർത്താൻ തോന്നിയ നിമിഷത്തെ കുറ്റം പറയില്ലേ? ഭഗവാനോടൊന്ന് പ്രാർത്ഥിക്കുക. താലി കെട്ടിയവളാണ് ഭാര്യയെങ്കിൽ ഞാൻ താലി കെട്ടിയവളാവണ്ടേ എന്റെ ഭാര്യ? അങ്ങനെയാണെങ്കിൽ ഈ നിൽക്കുന്ന രാധികയല്ലേ എന്റെ ഭാര്യ? എന്താമേ, കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടന്ന ആ രഹസ്യ കച്ചവടം ഒരിക്കലും ഞാൻ അറിയില്ല എന്ന് കരുതിയോ? ഇവളുടെ കഴുത്തിലല്ല ഞാൻ താലി കെട്ടിയതെങ്കിൽ അമ്മ വിശ്വസിക്കുന്ന ദൈവങ്ങളുടെ പേരിൽ അമ്മ ആണയിട്. നീ കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചതുകൊണ്ടോ പത്മിനിയും ഉർവശിയും കൽപ്പനയും ഒന്നിച്ച് ശ്രമിച്ചതുകൊണ്ടോ വരുൺ പ്രിയങ്കയെ സ്നേഹിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവന്റെ മനസ്സിൽ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. അവൻ താലി കെട്ടിയ പെണ്ണിനെയല്ലേ അവൻ സ്നേഹിക്കേണ്ടത്? അവളെയല്ലേ സംരക്ഷിക്കേണ്ടത്? കൃഷ്ണ, ആർക്കും ഒരു ദോഷവും വരുത്തല്ലേ. ആർക്ക് സമാധാനം കൊടുക്കണേ. വാഴ്വിൽ കനലാളും പോലെ ഉരുകുന്നൊരു മോഹം നീയേ. നെഞ്ചുലഞ്ഞ മുറിവിലായി മെല്ലെ മെല്ലെ തഴുകുവാൻ നിലവാകാൻ നിഴലാകാൻ മണ്ണടിയും നാൾ വരെ കൂടെ കാവലായി കണ്ണേ നിന്നെ പ്രിയങ്കയുടെ ജീവിതത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ദേവനാരായണൻ പിന്നെ ജീവിച്ചിരിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഓർമ്മയുണ്ടല്ലോ, കണിമംഗലത്തുനിന്നും പ്രിയങ്ക പടിയിറങ്ങേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോ ദേവനാരായണൻ ആത്മഹത്യക്ക് ശ്രമിച്ചു. നിനക്ക് നിന്റെ വളർത്തുമകളെ സന്തോഷിപ്പിക്കണം, അവളെ കൈപിടിച്ചു കൊടുക്കണം. പക്ഷെ കൈപിടിച്ചു കൊടുക്കുമ്പോ ഒന്ന് മനസ്സിലാക്കിക്കോ, ദേവനാരായണന്റെ ജീവനാ വില പറയുന്നത്. മുത്തശ്ശി പറഞ്ഞെല്ലാം എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ്. ആറ്റുവാശ്ശേരിയിൽ നിന്ന് ഒരിക്കലും എനിക്ക് അനുകൂലമായൊരു തീരുമാനം ഉണ്ടാവില്ല. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ രാധയും അതനുസരിക്കും. ഈ അവസ്ഥയിൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല, എങ്ങോട്ടെങ്കിലും പോയേ പറ്റും.
മുത്തശ്ശി, ഞാൻ പോവാ. ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അത് ഈ കുടുംബത്തിനും ആറ്റുവ ശരിക്കും കുഴപ്പമാണ്. എല്ലാവരുടെയും മുമ്പിൽ എനിക്കങ്ങനെ ഒരു കുഴപ്പക്കാരനാവാൻ വയ്യ. മുത്തശ്ശി എന്നെ അനുഗ്രഹിക്കണം. പക്ഷെ അച്ഛനെ കുറിച്ച് ആലോചിച്ചപ്പോ അച്ഛൻ്റെ അനുവാദം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ഭർത്താവിന്റെ കൈ പിടിച്ച് ഒന്നിച്ചു നടന്നു വരുമായിരുന്നു. ഇനി ഞാൻ എത്ര നാളാ കാത്തിരിക്കേണ്ടത്? ഇങ്ങനെയാ കാത്തിരിക്കേണ്ടത്? ഒന്ന് പറഞ്ഞു തരൂ എനിക്ക്. അല്ലെങ്കിൽ എന്റെ ഉള്ളിലെ വരുണിനോടുള്ള ഇഷ്ടം നിറഞ്ഞു നിൽക്കുമ്പോ തന്നെ എന്നെ അങ്ങ് വിളിക്കാൻ പറ്റുമോ? ഉലകിതിനോടും പൊരുതിടും ഇനി ഞാൻ നിന്നെ നേടാനഴകേ. മുത്തശ്ശി, മുത്തശ്ശി, എനിക്ക് മുത്തശ്ശി. നീ ഇതെങ്ങോട്ട് പോവാ? അതെ, ഞാൻ പോവല്ല, വന്നതാ. എവിടുന്ന്? ഞാൻ ഇതിനിടയ്ക്കൊന്ന് നാട് വിട്ടു പോയി. നാട് വിടുകയോ? നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? അതേ മുത്തശ്ശി, എനിക്ക് കിടന്നിട്ടാണെങ്കിൽ ഉറക്കം വരുന്നില്ല, സമാധാനം കിട്ടുന്നില്ല. ഞാനേ എവിടേക്കെങ്കിലും പോവാന്ന് കരുതി. ഞാനിവിടെ മുത്തശ്ശിയുടെ അടുത്ത് വന്ന് കാലു തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചിട്ടൊക്കെയാ പോയത്. എടാ, പിന്നെ ഞാനങ്ങ് തിരിച്ചു പോന്നു. പറയാണ്ട് പോയെങ്കിലും എന്നെ പിരിഞ്ഞങ്ങ് പോകാൻ പറ്റില്ല നിനക്ക്, അല്ലേ? അയ്യടാ, അതുകൊണ്ടൊന്നുമല്ല. അതെ, ഞാൻ പുറത്തിറങ്ങുമ്പോ ദൈവം കാണിച്ചു തന്നതുപോലെ ഒരു തെളിവ് എനിക്ക് കിട്ടി. എന്ത് തെളിവ്? അയാള്, നമ്മുടെ രാധിക,
പൂജാമുറിയിലിരുന്ന് പ്രാർത്ഥിക്കുക മുത്തശ്ശി. എന്നെ പിരിയാൻ പറ്റില്ലെന്ന് തന്നെയാ അയാൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. എന്നോട് ഒന്നിച്ച് ജീവിക്കണം തന്നെയാ പറയുന്നത്. ഈ രാധികയുടെ അച്ഛനൊരു തടസ്സമായിട്ടില്ലായിരുന്നെങ്കിൽ എന്നെ ഇവിടെ പോരുമായിരുന്നെന്നും പറഞ്ഞു. എന്നിട്ട് നീ അവളോട് സംസാരിച്ചോ? ഇല്ല, അയാൾ പറഞ്ഞൊന്നും ഞാൻ അറിഞ്ഞു കരുതണ്ടല്ലോ. സംസാരിക്കാതിരുന്നാ നന്നായി. ഇനിയിപ്പോ എങ്ങനെയാ നീ നാട് വിട്ടു പോകുന്നുണ്ടോ? ആര് പോകുന്നു? ഇനി എന്നെ തല്ലി കൊന്നാലും ഞാൻ പോവില്ല. എന്റെ പെണ്ണെന്നെ കാത്തിരിക്കുമ്പോ ഞാൻ പോവില്ല. എനിക്കെന്താ പ്രാന്തുണ്ടോ? അയ്യടാ, നിന്റെ പറച്ചില കേട്ടാ തോന്നുമല്ലോ ഞാൻ നാട് വിട്ടു പോവാൻ പോവാണെന്നും നീ എന്നെ ഉപദേശിക്കാതിരിക്കുകയാണെന്നും. അതെ, എന്റെ എല്ലാ നിരാശയും മാറി മുത്തശ്ശി. ഞാൻ നല്ല ഹാപ്പിയാ. ഇനിതേ എത്ര കാലം വേണമെങ്കിലും ഞാൻ അയക്കൊണ്ട് കാത്തിരിക്കാൻ തയ്യാറാ. ഇതല്ലേടാ കഴുതേ ഞാൻ നിന്നോട് പറഞ്ഞോണ്ടിരുന്നത്. ഇപ്പോഴെങ്കിലും നീ അത് ഉറപ്പിച്ചല്ലോ. ഇനി നീ പേടിക്കണ്ട. നല്ലൊരു സമയം നോക്കി പരമേശ്വരനോട് ഈ കാര്യം ഞാൻ പറഞ്ഞോളാം. ഞാൻ പറഞ്ഞ അവൻ തള്ളിക്കളയില്ല. എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിന് തടസ്സമായിരിക്കുന്നതൊക്കെ അതിന്റെ ആചാരമോ വ്യവസ്ഥയോ അനുസരിച്ച് മാറ്റിയതിനു ശേഷം രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാം. മതിയോ? ഇതും പറഞ്ഞ് നീ ഉറങ്ങാൻ പോയിട്ട് നീ വേറെ വല്ലതും തീരുമാനിക്കോടാ. അതിന് ഞാൻ പോകുന്നില്ലെങ്കിലോ? ഇന്ന് ഞാൻ മുത്തശ്ശിയുടെ അടുത്ത് കിടക്കാൻ പോവാ. അതെ, എല്ലാ തടസ്സങ്ങൾക്കിടയിലും മുത്തശ്ശിയെ പോലെ ഒരാളെ എനിക്ക് തന്നല്ലോ. അത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാ നീ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതൊക്കെ. പറഞ്ഞിട്ടെന്താ, നിന്നെ അത്ര ഇഷ്ടമായി പോയില്ലേടാ. അവളും വന്ന് അങ്ങ് മനസ്സിൽ ചേക്കേറി. പിന്നെ എന്ത് ചെയ്യാനാ?